ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായി കിട്ടും ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. നല്ല വില കൊടുക്കണേ, അത് വേറെ കാര്യം. ചില വീടുകളിലെല്ലാം ഇത് വളർത്തുന്നുണ്ട്. ഇതിൻ്റെ തൈകൾ നമുക്ക് നഴ്സറിയിൽ നിന്നും കിട്ടും. ചിലപ്പോൾ ഒരു തൈക്ക് 150 രൂപയെല്ലാം കൊടുക്കണം. പക്ഷേ എങ്ങനെ നമുക്ക് ഇതിൻ്റെ തൈ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് പൈസയൊന്നും വേണ്ട. ഇതുപോലെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് മുറിച്ച് നല്ലോണം പ്രസ് ചെയ്ത് അതിൻ്റെ ആ ഫ്ലെഷെല്ലാം ഒന്ന് പോക്കി സീഡ്സ് മാറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് ഒരു 4-5 സീഡ് മതിയെങ്കിൽ നമുക്കൊന്ന് നീഡിലുകൊണ്ട് തോണ്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മുളപ്പിച്ചെടുക്കാമെന്നാണ് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ഒരു അരിപ്പയിലിട്ടിട്ട് ഇതിന് സെപ്പറേറ്റ് ചെയ്യാണ്. അതായത് സീഡ്സ് വേറെയും ഇതിൻ്റെ ജ്യൂസെല്ലാം ആ ഫ്ലഷ് അതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം താഴോട്ടാക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് വിത്ത് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇതപ്പോൾ ഞാൻ വിത്ത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം അരിപ്പയിൽ 1-2 ദിവസം, ശരിക്കും 2 ദിവസം വെച്ചപ്പോൾ തന്നെ മുള വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊന്ന് പാകിയേക്കാം. അപ്പോൾ 2 ദിവസം കൊണ്ട് എന്നെ ഇത് മുളയ്ക്കുന്ന ഉറപ്പാട്ടോ. അപ്പം മണ്ണെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അതിലേക്ക് വലിയ കല്ലുകളൊന്നും ഉണ്ടാവരുത് കേട്ടോ മണ്ണിൽ. എന്നിട്ട് കുറച്ച് മുട്ടത്തോട് പൊടിച്ചതാണ് ഞാൻ ഇടുന്നത്. ഇവിടുത്തെ തന്നെ കോഴീൻ്റെ മുട്ട ഞാൻ തന്നെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതാണ്, പൊടിച്ച് പൗഡറാക്കി. എന്താ പറയുക, ഇത് നല്ല കാൽസ്യമാണ്. പിന്നെ അതുമാത്രമല്ല മണ്ണിൽ ഉറുമ്പിൻ്റെ ശല്യം അങ്ങനെയുള്ള കീടങ്ങളെ ശല്യമൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു വളം വേണ്ടേ, ആദ്യം ഇതാക്കി. എന്നിട്ട് അതെല്ലാം നല്ലോണം ഉടയ്ക്കണം കേട്ടോ. എന്നിട്ട് അതിലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് മാറ്റിയിടണം. കാരണം ഈ വിത്ത് വളരെ ചെറുതാണ്. അപ്പോൾ അത് മുളച്ച് വരണമെങ്കിൽ അതിന് വലിയ വിത്ത് പോലെ ഒന്നും പൊങ്ങി വരാനാവില്ല. അപ്പോൾ അതിൽ ഇത്തിരി പോലും കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. മണ്ണ് നല്ല സ്മൂത്തായിരിക്കണം. പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ ചകിരിച്ചവറില്ലേ അതാണ് ഇടുന്നത്. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ഇത് ഞാനൊരു കൊപ്രയില്ലേ ബോർഡേൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ചകിരിച്ചവർ ഉണ്ടാക്കിയെന്നുള്ളത്. അത് വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതും നല്ലപോലെ ഉടച്ച്, ചാണകത്തിൻ്റെ കട്ടയാണ് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. എന്നാലേ വിത്തിന് മുളയ്ക്കാനാവൂ. ഞാൻ പറഞ്ഞല്ലോ വളരെ ടൈനിയാണ് ഇതിൻ്റെ വിത്ത്, വളരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വിത്ത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അരിപ്പയിലുള്ള വിത്ത് ചിലതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ കേട്ടോ. ശരിക്കും നമ്മളിത് മണ്ണിലിട്ട് 2 ദിവസം മതി മുളയ്ക്കാൻ. ഇവിടെ നിന്ന് തന്നെ ഇത്തിരി മുള വന്നതിനല്ല. അപ്പോൾ വിത്തെല്ലാം എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കേണ്ട ഭയങ്കര ഹാർഡാന്ന്. വളരെ സോഫ്റ്റ് ഹാൻഡ്ലിങ് കേട്ടോ. ചെറിയ സാധനം മുള വന്നത് ചെറിയ സാധനമല്ല. അപ്പോൾ മുളയൊന്നും നഷ്ടപ്പെടാണ്ട് തന്നെ പതുക്കനെ കൈകൊണ്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ മണ്ണൊന്നും ഇടരുത്. ഇത്തിരി പൂഴിയും ചകിരിച്ചവറും കൂടി മിക്സ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം ചെറിയ സീഡല്ലേ. പിന്നെ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് ഇടുന്നുണ്ട്. ഉറുമ്പൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതൊന്നും വരാണ്ടിരിക്കാനാണ്. പിന്നെ ഇതിനൊരു വളം കൂടിയാണല്ലോ, മുളച്ച് വരുമ്പോൾ കുറച്ച് വളം വേണ്ടേ ഇതിന്. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇനി നമ്മൾ വെള്ളമാണ് തെളിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്പ്രെയർ ഉണ്ടെങ്കിൽ സ്പ്രെയർ കൊണ്ട് പതുക്കനെയാക്കിയാൽ മതി. ഞാനിപ്പം കൈ കൊണ്ട് അങ്ങനെ കുടഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് നനച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നനച്ചൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ രാത്രി എലിയേറ്റം വന്ന് നിന്നുണ്ടാച്ചിട്ട് ഞാൻ പുറത്താണ് വെച്ചത് കേട്ടോ. പുറത്തൊരു വരാന്തയിൽ. അപ്പോൾ അത് മൂടി വെച്ച് പിറ്റേ ദിവസം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ മക്കളെ കണ്ട കുഞ്ഞു തൈകളെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ, അതായത് നമ്മൾ ഇന്നലെ രാത്രി വൈകുന്നേരം ഇട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം. അപ്പം പിറ്റേന്ന് രാവിലേക്ക് തന്നെ ഇത്ര വന്നു. കാരണം അതിൽ നിന്ന് തന്നെ മുള വന്നിട്ടുണ്ടല്ലോ നമ്മളെ അരിപ്പേന്ന് തന്നെ. അപ്പം നമ്മൾ ദിവസം ഇനി വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കണം, ഒരുപാട് ഒഴിക്കരുത് കേട്ടോ. ഇപ്പം 3-ാമത്തെ ദിവസമായി കണ്ടോ. ഇപ്പം ഇത്രയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്, ഒരുപാടുണ്ട് മുളയ്ക്കുന്നത് കണ്ടോ. ഇപ്പോൾ ഒരു 6 ദിവസമായപ്പോഴത്തേക്ക് ഇത്രയും മുളച്ച് വന്നു. കുഞ്ഞു തൈകളാണ് കേട്ടോ. എന്നാലും ഒരു കൗതുകം, ഞാനിത് മുളയ്ക്കുന്നൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കണ്ടോ ഇപ്പോൾ എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്, ഒരുപാട് തൈകളുണ്ട്. ഇപ്പോൾ 16 ദിവസമായപ്പോൾ ഇത്രയാണ് ഇതായത്. ഇതിൻ്റെ വളർച്ച വളരെ സ്ലോ തന്നെയാണ് കേട്ടോ. മുളച്ച് വന്ന് പിറ്റേന്നൊക്കെ തന്നെ വലുതാവൊന്നുമില്ല. കണ്ടോ 16 ദിവസമായപ്പോൾ ഇത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എത്ര തൈ, നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു തൈക്ക് ഒരു 150 രൂപ കൊടുക്കണം. നമുക്കിതൊരു 1000 തൈയൊന്നുമല്ല അല്ലേ.
കണ്ടോ, ഇതിപ്പോൾ ഒരു 23 ദിവസമായി കേട്ടോ. അപ്പം ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇതിൽ വളർത്താൻ പറ്റൂല കേട്ടോ. അപ്പം നമ്മളിത് മാറ്റി നടണം, റീപ്ലാന്റ് ചെയ്യണം കേട്ടോ. അപ്പം അതിൽ വേറെ പാത്രങ്ങളിലൊക്കെ ആക്കി ചെയ്യാം, നമുക്ക് കവറിലോ പോട്ടിലോ എന്ത് വേണമെങ്കിൽ ആക്കാം. അപ്പോൾ അത് ഞാനിനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ, അത് കാണിച്ചു തരാം. അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.